ദേശീയ പണിമുടക്കിൽ കൊച്ചിയിൽ നിരവധിയായ സ്വകാര്യ വാഹനങ്ങളടക്കം നിരത്തിലിറങ്ങി. എങ്കിലും സ്വകാര്യ ബസ്സുകൾ അതോടൊപ്പം തന്നെ KSRTC തുടങ്ങിയവയൊന്നും പൊതുഗതാഗത സംബന്ധിയായ കാര്യങ്ങളിൽ സർവീസ് നടത്താത്തതുകൊണ്ട് യാത്രക്കാരെ ധാരാളമായി വലച്ചു. പിന്നെ കൂടുതൽ പേരും ആശ്രയിച്ചത് കൊച്ചി മെട്രോ അടക്കമുള്ള സംവിധാനങ്ങളെയാണ്. ഒപ്പം ടാക്സി സർവീസുകൾ, ഓൺലൈൻ ടാക്സി സർവീസും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷയും ധാരാളമായിട്ട് നിരത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഓരോ ഇടങ്ങളിൽ വന്നു ചേരുന്ന റെയിൽവേ സ്റ്റേഷൻ അതോടൊപ്പം തന്നെ ബസ് ടെർമിനൽ ഇവിടേക്ക് എത്തിച്ചേരുന്നവർക്ക് നഗരത്തിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ അതിനുള്ളൊരു ക്രമീകരണങ്ങളിലേക്ക് ഈ ഓട്ടോ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടെല്ലാം തന്നെ സാധിച്ചു. എങ്കിലും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെയും പ്രവർത്തിച്ചിരുന്നില്ല. പണിമുടക്കിൽ പങ്കെടുത്തവർ എന്ന ഇവിടേക്ക് BSNL ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുകയും അത് ഇളമരം കരീം CITU നേതാവ് ഇളമരം കരീം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അങ്കമാലിയിൽ KSRTC ബസ് പുറത്തേക്ക് എടുത്തപ്പോൾ അതുവഴി വന്ന പ്രകടനം അത് തടയുകയും ബസ് തിരികെ ഡിപ്പോയിലേക്ക് എടുപ്പിക്കുകയും ചെയ്തു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊതുപണിമുടക്ക് ഒരു ഹർത്താലിന്റെ പ്രതീതി തന്നെയായിരുന്നു കോട്ടയത്തും ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ കാര്യമായി തന്നെ നിരത്തിൽ ഓടി എന്നുള്ളതാണ് ഈ ഒരു പണിമുടക്കിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് കാറുകൾ, ഇരുചക്ര വാഹനങ്ങളൊക്കെ വളരെ സുഗമമായി തന്നെ യാത്ര നടത്തി. എവിടെയും കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കോട്ടയത്തിന്റെ നിലവിലുള്ള ഒരു ആശ്വാസം. രാവിലെ ഹർത്താൽ അനുകൂലികൾ വിവിധയിടങ്ങളിൽ പ്രാദേശികമായി ഉൾപ്പെടെ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. രാത്രി വൈകി 24 മണിക്കൂർ ഹർത്താൽ ആയതുകൊണ്ട് തന്നെ ആ സമയം വരെ പോലീസ് വലിയ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ആളുകളും മറ്റും ഭക്ഷണത്തിനായി പലയിടത്തും വലയുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനും അല്ലെങ്കിൽ ആശുപത്രി ക്യാൻറ്റീനുകളും ഒക്കെ മാത്രമായിരുന്നു ആശ്വാസമായി ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പണിമുടക്ക് പൊതുവെ ഒരു അക്രമ സംഭവങ്ങൾ ഒഴിഞ്ഞതാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ആലപ്പുഴ ജില്ലയിൽ പൊതുവെ സമാധാനപൂർവ്വമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ കടകമ്പോളങ്ങൾ ഒക്കെ തന്നെ നിശ്ചലമായിരുന്നു. ഇന്നിപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. ഒപ്പം കടകളൊക്കെ തന്നെ അടച്ച ഈ പ്രതിഷേധത്തോടൊപ്പം ആളുകൾ അണിനിരക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് വിനോദസഞ്ചാര കേന്ദ്രമായ ആലപ്പുഴയിലേക്ക് എത്തിയ സഞ്ചാരികൾക്ക് ഹോട്ടലുകളും മറ്റും അടച്ചുള്ള സമരം അത് ഭക്ഷണത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭക്ഷണം ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഫിനിഷിംഗ് പോയിന്റ് അടക്കമുള്ള ഇടങ്ങളിൽ എത്തിയ സഞ്ചാരികൾക്ക് കായൽ സഞ്ചാര മേഖലകളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് ഇടങ്ങളിലേക്ക് എത്തിയവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൊതുമേഖലകൾ, അതായത് KSRTC, വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗത മേഖല അടക്കമുള്ള ഇടങ്ങൾ അത് നിശ്ചലമായിരുന്നു. KSRTC ബസ് സ്റ്റാൻഡുകളിൽ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. ഒപ്പം വാട്ടർ ട്രാൻസ്പോർട്ടിലും അത്തരത്തിൽ സമരത്തിന് അനുകൂലമായ നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പൊതുഗതാഗത രംഗത്ത് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. പൊതുവെ ഒരു അവധി ദിവസത്തിന്റെ ആലസ്യത്തോടെയാണ് ആലപ്പുഴ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയാം. ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ തന്നെയുള്ള ബുക്കിങ്ങുകൾ പ്രകാരം എത്തിയ ഷെഡ്യൂളുകൾ പ്രകാരം എത്തിയ വിനോദസഞ്ചാരികൾക്ക് അവരുടെ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നം സംഭവിച്ചു എന്നുള്ളതാണ്. YMCA ടൗണിൽ ആലപ്പുഴ നഗരത്തിൽ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ പൊതുവെ സമാധാനപരമായി ആലപ്പുഴയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മലപ്പുറം ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. പൊതുഗതാഗത രംഗം നിശ്ചലമായ സാഹചര്യമാണ് ഉള്ളത്. പെരിന്തൽമണ്ണ, മലപ്പുറം, നിലമ്പൂർ, പൊന്നാനി തുടങ്ങിയ ഡിപ്പോയിൽ നിന്നൊന്നും തന്നെ KSRTC സർവീസുകൾ ഉണ്ടായിരുന്നില്ല. സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല. ഓട്ടോറിക്ഷകൾ ചിലയിടങ്ങളിലൊക്കെ ഓടിയിരുന്നു. സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങിയിരുന്നു. പക്ഷേ 10 മണിക്ക് ശേഷം പലയിടങ്ങളിലും സ്വകാര്യ വാഹനങ്ങൾ അല്പസമയം തടഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ സമാധാനപൂർണ്ണമായി പരിഹരിക്കുകയും ചെയ്തു. എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉച്ചവരേക്കും. ഇന്ന് പ്രധാനമായിട്ടും മലപ്പുറത്ത് MV ഗോവിന്ദൻ മാസ്റ്റർ CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പങ്കെടുത്ത ധർണയായിരുന്നു. CITUവിന് നേതൃത്വം ധർണയായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. കോട്ടക്കലായിരുന്നു അദ്ദേഹം ആ ധർണയുടെ ഭാഗമായത്. STUയും INTUCയും അവർ ഈ ഒരു സമരവുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും സംയുക്തമായിട്ട് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു ഗുരുതരമായ ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത്. VD സതീശൻ്റെ ജാഥ ഇന്നത്തെ ദിവസം തുടരുന്നതിനെയും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. എന്താണെങ്കിലും രാവിലെ മുതൽ എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ മലപ്പുറം ജില്ലയിൽ പണിമുടക്ക് ദിവസം കടന്നു പോവുകയാണ്. പക്ഷേ ജനജീവിതം പരിപൂർണമായും സ്തംഭിച്ച സാഹചര്യമാണ് ജില്ലയിലുള്ളത്. സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് വയനാട് ജില്ലയെ സംബന്ധിച്ച് പൂർണ്ണമായിരുന്നു എന്ന് തന്നെ പറയാം. ഈ നിമിഷം വരെ പൂർണ്ണമായിരുന്നു.
രാവിലെ 7 മണി വരെയൊക്കെ വാഹനങ്ങൾ ഓടിയിരുന്നെങ്കിലും അതിനുശേഷം സമരാനുകൂലികൾ എത്തിയതിനു ശേഷം വാഹനങ്ങൾ പലയിടത്തും തടയുന്ന ഒരു കാഴ്ച കണ്ടു. സ്വകാര്യ വാഹനങ്ങളാണ് അധികവും നിരത്തിലിറങ്ങിയിരുന്നത്, അതും രാവിലെ ഒരു 7 മണി വരെ. അതിനുശേഷം പൂർണ്ണമായും വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല എന്ന് തന്നെ പറയാം. ചില സ്ഥലങ്ങളിലെല്ലാം വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ടായിരുന്നെങ്കിലും അത് കുറച്ച് കഴിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയുമാണ് ഉണ്ടായത്. എന്തായാലും ഈ ഒരു പണിമുടക്ക് വലിയ രീതിയിൽ തന്നെ വിജയിച്ചു എന്ന് തന്നെയാണ് ഈ ഒരു ഉച്ച സമയം വരെ നമുക്ക് പറയാൻ കഴിയുന്നത്. കൽപ്പറ്റയിൽ സമരാനുകൂലികളും അതുപോലെ തന്നെ ഡ്രൈവർമാരും തമ്മിൽ ചെറിയ ഒരു വാക്കേറ്റമുണ്ടായെങ്കിലും അത് സംസാരിച്ച് തീർക്കുന്ന ഒരവസ്ഥയുമുണ്ടായി. അതുപോലെ തന്നെ വിദ്യാലയങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതുപോലെ സർക്കാർ ഓഫീസുകളിലെല്ലാം ഹാജർ നില വളരെ കുറവായിരുന്നു. KSRTC സർവീസ് നടത്തിയിട്ടില്ല. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് നിരവധി തൊഴിലാളികൾ അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികളൊക്കെ ഉൾപ്പെടുന്ന ഒരു ജില്ലയെ സംബന്ധിച്ച് ഈ ഒരു പണിമുടക്കിൽ എല്ലാവരും അത് ഒരു ആവശ്യത്തിനുള്ളതാണെന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും അതിനോട് സഹകരിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇനിയും ഇന്നലെ രാത്രി 12 മണിക്കാണ് ഈ ഒരു പണിമുടക്ക് തുടങ്ങുന്നത്. ഇന്ന് അർദ്ധരാത്രി 12 മണി വരെ ആയിരിക്കും പണിമുടക്ക്. എന്തായാലും ഈ ഒരു സമയം അല്ലെങ്കിൽ 1 മണി സമയം വരെ യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ജില്ലയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഈ ഒരു പണിമുടക്കുമായി അല്ലെങ്കിൽ ഈ ഒരു പണിമുടക്കുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി തൊഴിലാളികളും അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇതുമായി സഹകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ടാക്സി വാഹനങ്ങൾ രാവിലെ കുറച്ചു നേരമൊക്കെ നിരത്തിലിറങ്ങിയിരുന്നു. എന്നാൽ അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ തിരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അബദ്ധത്തിൽ ഏതെങ്കിലും വാഹനങ്ങൾ വന്നാൽ തന്നെ സമരാനുകൂലികൾ അതിനെ തെറ്റ് തിരുത്തി കൊടുക്കുമ്പോൾ അവർ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു പണിമുടക്ക് വിജയമായി എന്ന് തന്നെ നമുക്ക് പറയാം. ദേശീയ പണിമുടക്ക് ഇടുക്കിയിൽ പൂർണ്ണമാണ്. സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും കാര്യമായി നിരത്തിലിറങ്ങിയിട്ടില്ല. ടൂറിസ്റ്റുകളുമായി പോകുന്ന വാഹനങ്ങൾ ജില്ലയിലൂടെ കടന്നു പോകുന്നുണ്ട്. എങ്കിലും ഇവയെ തടയുന്നതടക്കമുള്ള യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ജില്ലയിൽ ഒരിടത്തും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിലും ഗ്രാമീണ മേഖലകളിലുമെല്ലാം വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ചുരുക്കം ചില ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ പ്രധാന തൊഴിൽ മേഖലയായ തോട്ടം മേഖല പൂർണ്ണമായും സ്തംഭിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രധാനമായും ഏലം തേയില തോട്ടങ്ങളിലേക്ക് ആയിരക്കണക്കിന് തൊഴിലാളികൾ ദിവസേന എന്നോണം തമിഴ്നാട്ടിൽ എത്തുന്നുണ്ട്. ഇന്ന് കാര്യമായി തൊഴിലാളി വാഹനങ്ങളൊന്നും ജില്ലയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തോട്ടം മേഖല പൂർണ്ണമായും സ്തംഭിച്ച ഒരു സാഹചര്യമുണ്ട്, അനിശ്ചിതമായ ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ ഇടുക്കി താമസിച്ച് ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളികളും ഇന്ന് ജോലിക്കായി ഇറങ്ങിയിട്ടില്ല. തോട്ടം മേഖല പൂർണ്ണമായും നിശ്ചലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒപ്പം വിനോദസഞ്ചാര മേഖലയെ കുറിച്ച് പറയേണ്ടതുണ്ട്. മൂന്നാർ അടക്കമുള്ള പ്രധാന വിനോദസഞ്ചാര മേഖലകളിലെല്ലാം വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മൂന്നാറിലും തേക്കടിയിലും രാമക്കൽമേടിലും മറയൂരിലും എല്ലാം വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. വളരെ കുറച്ച് വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ വിനോദസഞ്ചാരികൾ ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. ഇവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും നിലവിൽ നേരിടേണ്ടി വന്നിട്ടില്ല. അടിയന്തര ആവശ്യങ്ങൾക്കായി ഭക്ഷണം കഴിക്കുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾക്കായി ഇവർക്ക് അല്പം സഞ്ചരിക്കേണ്ടി വരുന്നെങ്കിൽ പോലും വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾക്ക് ഇവർക്ക് നേരിട്ട് വന്നിരുന്നിട്ടില്ല. എന്തായാലും ജില്ലയിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണമാണെന്ന് തന്നെ പറയാം. ടൂറിസം മേഖലയെ ഇത് കാര്യമായി ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടില്ല. തോട്ടം മേഖല പൂർണ്ണമായും നിശ്ചലമാണ്. മറ്റ് തൊഴിലാളി മേഖലകളെല്ലാം പൂർണ്ണമായും നിശ്ചലമാണെന്ന് തന്നെ പറയാം. നിലവിൽ ഇതാണ് ഇടുക്കിയിലെ സാഹചര്യം. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് പുതിയങ്ങാടി GM UP സ്കൂളിൽ പണിമുടക്കിനെ തുടർന്ന് സംഘർഷം. സമരാനുകൂലികൾ തടഞ്ഞതിനെതിരെ അധ്യാപകർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അധ്യാപകർക്ക് പിന്തുണയുമായി സംഘടിച്ച ലീഗ് പ്രവർത്തകരും ഹർത്താൽ അനുകൂലികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ഇടപെട്ട് സ്കൂൾ പരിസരത്ത് നിന്ന് ആളുകളെ മാറ്റിയാണ് സംഘർഷം ഒഴിവാക്കിയത്. ഹർത്താലുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങളുണ്ടായ ഒരിടമാണ് GM UP സ്കൂൾ പുതിയങ്ങാടിയിൽ. രാവിലെ തന്നെ പണിമുടക്കിനെ അവഗണിച്ച് ഏതാനും അധ്യാപകരും കുറച്ച് വിദ്യാർത്ഥികളും സ്കൂളിൽ എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവർ സ്കൂളിലെത്താനായി ക്ലാസ്സിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ സ്കൂളിനകത്ത് കിടന്നപ്പോൾ തന്നെ സമരാനുകൂലികൾ സ്ഥലത്ത് സംഘടിച്ചെത്തുകയായിരുന്നു. അവർ ആ സ്കൂളിനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി. ഇതേ തുടർന്ന് ജോലിക്കായി എത്തിയ അധ്യാപകർ ഈ ഗേറ്റിൻ്റെ മുൻവശം കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയായിരുന്നു. ഈ അധ്യാപകരുടെ പ്രതിഷേധം തുടർന്നുകൂടി ചില PTA ഭാരവാഹികളും രക്ഷകർത്താക്കളടക്കമുള്ളവരും ഈ അധ്യാപകർക്ക് പിന്തുണയുമായി സ്ഥലത്തെത്തുകയായിരുന്നു. തുടർന്നാണ് ഈ അധ്യാപകർക്ക് പിന്തുണയുമായി എത്തിയ രക്ഷകർത്താക്കളും ഈ സമരാനുകൂലികളായ ആളുകളും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. വിദ്യാർത്ഥികൾക്കടക്കം ഈ സമരത്തിന് എതിരായി വന്നവരുടെ മർദ്ദനമേറ്റു എന്ന ആരോപണമുണ്ട്. എന്നാൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് വിശദീകരണം നൽകുന്നത്. സമരം പൊളിക്കാനായി ഹർത്താലിന് എതിരായി നിലപാടെടുക്കുന്നതിന് അല്ലെങ്കിൽ പണിമുടക്കിനെ എതിർക്കുന്നവരാണ് ജോലിക്ക് എത്തിയത് എന്ന് ഈ സമരാനുകൂലികൾ പറയുന്നു. ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ദേശീയ പണിമുടക്കിൽ INTUC പ്രവർത്തിക്കാത്തത്. അത് മാസ്റ്റർ അധ്യാപക സംഘടന, കോൺഗ്രസിന്റെ അധ്യാപക സംഘടന ആയതുകൊണ്ട്
മാത്രമാണ് ആ സമരം ഇവിടെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന് വന്നത്. കുട്ടികൾ വരാത്ത സ്കൂളിൽ എന്തിനാ അധ്യാപകർ വന്നതെന്നുള്ളതാണ് ഞങ്ങളെ ഇടതുപക്ഷ CITയുടെ ചോദ്യം. അതാണ്. അതേസമയം രാഷ്ട്രീയമായി ഒരു തരത്തിലുമുള്ള സമരങ്ങൾക്ക് അടുത്തിരുന്ന പതിവ് ഈ സ്കൂളിന് ഇല്ല എന്നാണ് ഈ സമരാനുകൂലികളെ എതിർക്കുന്നവർ പറയുന്നത്. മറ്റ് ഒരു സമരങ്ങൾ നടന്നപ്പോഴും സ്കൂളിലെ അധ്യയനം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടില്ല. അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്ന് ഈ സമരക്കാരെ എതിർക്കുന്നവരും വ്യക്തമാക്കുന്നു. നമ്മൾ ഈ സ്കൂളിലാണെങ്കിലോ പല പാർട്ടിക്കാരും സമരം നടത്താറുണ്ട്. ഈ സമരമൊന്നും ഇതിന് ബാധിക്കാറില്ല. ആ സ്കൂളിൻ്റെ ഇഷ്ടത്തിനാണ് പോക്ക്. വേണമെങ്കിൽ പൂട്ട, വേണമെങ്കിൽ തുറക്കാം. അതാരും മറ്റുള്ളവരാരും കെയർ ചെയ്യാറുമില്ല. അത് ഇവിടെ സമരക്കാർ വന്നിട്ട് ഇത് തുറന്നിട്ടുണ്ടോ, ഇവിടെ അധ്യാപകരുണ്ടോ, വിദ്യാർത്ഥികളുണ്ടോ, ഇതൊന്നും നോക്കാറില്ല. ഈ സമരം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. അതിൽ നമ്മൾ വല്ലാത്തൊരു ദുഃഖിതനാണ്. കാരണം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പേരുദോഷം വരാണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു PTA പ്രസിഡന്റ് എന്ന നിലക്ക് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. കോഴിക്കോട് നഗരത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. വളരെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഉള്ള ഒരു സ്കൂൾ കൂടിയാണ് GM UP സ്കൂൾ. ഹർത്താലിന് സമാനമായ രീതിയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ മറ്റ് ഇടങ്ങളിലും ഈ പകുതി സമയം പിന്നിടുമ്പോൾ ഇപ്പോൾ പണിമുടക്കുള്ളത്. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ പലയിടങ്ങളിലും നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപൂർവം ചിലയിടങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. PD സതീശൻ നയിക്കുന്ന പ്രചാരണ ജാഥയ്ക്ക് കാര്യമായ തടസ്സം ഉണ്ടായിട്ടില്ല. ഈ പണിമുടക്കിൻ്റെ വിഷയങ്ങൾ കൂടി ഉന്നയിക്കുന്നത് കൊണ്ടാണ് ഇന്നും ജാഥ മാറ്റമില്ലാതെ നടത്തുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.